തമ്മിൽ ഒരു ഐക്യതയില്ല. ഒരു കുടുംബത്തില് മാത്രമല്ല, ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് ഗ്രൂപ്പുകളാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു കാര്യം പറയാ, തങ്ങൾക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ അവരെന്തിനെയാണോ എതിർത്തത് അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ്. പബ്ലിക്കിൽ ചോദിച്ചു നോക്കിയാൽ പറയാം, അവർ പറയും ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾ വരെ കടക്കാരാണ്. മുഖ്യന് മേൽ ആരെയും വാഴാൻ CPM ഒരിക്കലും അനുവദിക്കില്ല. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. ഇപ്പം വീണ്ടും ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ നമ്മളെ കേരളത്തില്. അപ്പം എല്ലാ പാർട്ടികളും അരയിൽ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. ആര് വാഴും ആര് വീഴുമെന്നാണ് ഇനി എന്തായാലും. ആര് വാഴും ആരെ വീഴ്ത്തും. ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ആരായിരിക്കും ഇനി വാഴാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിപ്പോ പബ്ലിക് ഒപ്പീനിയനും മറ്റുള്ള ഇതിലൊക്കെ നിന്ന് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ അടുത്ത തുടർ ഭരണം ഇടതുപക്ഷം തന്നെ വരുമെന്നാണ്. കാരണം അവർ അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തൊട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ. കാരണം അവർക്ക് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതായത് മുൻകാലങ്ങളിൽ കുറച്ച് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ പിണറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇലക്ഷനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഒരു എന്താ പറയുക, നാണം കെട്ട കളിക്കോ അല്ലെങ്കിൽ ചെയ്യില്ല, ഒന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ആദ്യം വന്നപ്പോ അങ്ങനെ പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് ഇപ്പം വീണ്ടും ഒരു 5 വർഷത്തെ ഭരണം കഴിയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്നും പറയാനില്ല. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇവർക്കേ വരാൻ പറ്റുള്ളൂ. കാരണം പ്രതിപക്ഷം കണ്ടില്ലേ, തമ്മിൽ ഒരു ഐക്യതയില്ല. ഒരു കുടുംബത്തില് മാത്രമല്ല, ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പുകളെയും തമ്മിൽ തല്ലും ഈ പോരുകളെയും. നല്ല രീതിയിൽ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്തൊക്കെ നമുക്കറിയാം, ഒരു കുറച്ച് നേതാക്കന്മാർ തമ്മിലെങ്കിലും ഇപ്പൊ പാർട്ടിയിലെ എല്ലാ പാർട്ടിയിലും മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു യോജിച്ച് പോവാനായിട്ടുള്ള ഒരു ഒത്തൊരുമ പണ്ട് പാർട്ടിയിലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ പിടിക്കുന്ന മുയലിന് 4 കൊമ്പ്, മുയലിന് 5 കൊമ്പ്, മറ്റേ ബാക്കിയുള്ളവർക്കൊക്കെ 3 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ എല്ലാവരും ഒരു വിലയില്ലാതായി കാണാൻ തുടങ്ങി. കാരണം ചേച്ചി ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാനും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ സർക്കാർ 2 തവണ നമ്മുടെ കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞു, 3ാം ഭരണം അവർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് അവരല്ലാതെ വേറെ ആര് വരാനാണ്? കോൺഗ്രസിൽ എപ്പോഴും ഗ്രൂപ്പ് കളിയും തമ്മിൽ തല്ലുമല്ലേ, അവര് വരുമെന്ന് തോന്നുന്നുണ്ടോന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. എന്തായാലും വരില്ല എന്ന് ഒട്ടുമുക്കാൽ വരും പറയുന്നുണ്ട്. എന്തായാലും അവര് കുറച്ച് സീറ്റ് പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ നമ്മുടെ MP ഇലക്ഷൻ ആയിക്കോട്ടെ, എല്ലാ ഇലക്ഷനിലും അവർ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷവും അതുപോലെ തന്നെ അവർക്കൊരു ശരാശരി വോട്ടെങ്കിലും അവർക്ക് നേടുന്നുണ്ട്. പല മേഖലയിലും 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അത് നമുക്ക് എന്തായാലും ഒരിക്കലും വരാൻ പറ്റത്തുള്ളൂ. അവരെ ഒരിക്കലും മുഖ്യധാരയിലോട്ട് കൊണ്ടുവരില്ല എന്നുള്ളതാണ്. അതിലെന്തോ അതൃപ്തി ഇവരെല്ലാം കണ്ടുവച്ചേക്കുവാണെന്ന് തോന്നുന്നു. അതിപ്പോ എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് മാത്രമാണല്ലോ നമ്മുടെ കേരളത്തിൽ വന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അയ്യപ്പ സംഗമം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. സ്ത്രീകളെ ശബരിമലയെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യൻ എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്ത്. അത് മാത്രമല്ല ചേച്ചി, കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തുന്നുണ്ടോ. അവർ അന്ന് പറഞ്ഞിരുന്നത് ഈ ശബരിമലയിലെ ഈ വിഷയങ്ങളെല്ലാം അടഞ്ഞ അധ്യായം എന്നാ പറഞ്ഞത്. കഴിഞ്ഞു, ആ സംഭവം ഒന്നും ഇനി കുത്തിപ്പോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ശബരിമലയിലെ വിഷയം കഴിഞ്ഞ അധ്യായമാണ്, ഇനിയും അതിന് എന്തെങ്കിലുമൊക്കെ വരാം എന്നുള്ളൊരു രീതിയിലാണ്. കോടതിയിൽ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഹർജി വെച്ചിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ കയറ്റണതിനുള്ള ഒരു അറിയാമല്ലോ, നമ്മൾ അതിനെ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് നമുക്ക് ആലോചിക്കാം, അതിനെന്തെങ്കിലും ഒരു കാര്യം നീക്കിപ്പോണ്ടാക്കുക. എന്തിനാണ് അല്ല, എന്തിനു വേണ്ടിയാണ്? വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. നമുക്കിപ്പം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു കാര്യം പറയാ, തങ്ങൾക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ അവരെന്തിനെയാണോ എതിർത്തത് അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് പറഞ്ഞത്, ഒരു ഉളുപ്പും ഇല്ലാണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആര് ഭരിച്ചിരുന്നാലും നമ്മൾ കടക്കണിയിൽ തന്നെയാണ്. ഇതാ ഇപ്പോൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് 20,000 കോടി അങ്ങനെ എന്തോ ആണ് ചെലവാക്കിയിരിക്കുന്നതെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത്. ലൈറ്റ് ഇട്ട് പോകുന്നതും എന്നിട്ടും പറയും സർക്കാർ കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും ധാരാളിത്തം കാണിച്ച് ഓണാഘോഷം വേണ്ടെന്നൊന്നും പറയുന്നില്ല. ആകാം, പക്ഷേ അതൊക്കെ ഇത്രയും ചെലവാക്കിയിട്ട് അല്ലെങ്കിൽ എത്രയാണോ വരവ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പബ്ലിക്കിൽ ചോദിച്ചു നോക്കിയാൽ പറയാം. അവർ പറയും ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾ വരെ കടക്കാരാണ്.
അത്രയും സർക്കാർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷത്തോടടുക്കുകയാണ് അവരുടെ ഭരണം. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ വർഷത്തിൽ അവര് വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, കോൺഗ്രസിന്റെ ഒരു ഭരണത്തിൽ മനം മടുത്ത് മാറിയിട്ട് കൊടുത്തു. വീണ്ടും അവർക്ക് തുടർഭരണം കിട്ടിയത് നമുക്കറിയാം. നിപ്പ വന്നു, പ്രളയം വന്നു, കൊറോണ വന്നു. ആ സമയത്തെല്ലാം ഇപ്പം അവരുടെ ഒരു വിജയിച്ചതിൽ ഒരു എന്തുവാ ക്രെഡിറ്റ് കിട്ടിയത് ഇതിലൂടെയാ. ആ സമയത്ത് ഇവരെന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൂടെ അവർക്ക് വീണ്ടും വോട്ട് കിട്ടിയാണ്. അതിന് നമ്മൾ കൂടുതലും പറയേണ്ടത് ശൈലജ ടീച്ചറിനെയാണ്. ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന മുഖ്യന് മേൽ ആരെയും വാഴാൻ CPM ഒരിക്കലും അനുവദിക്കില്ല. അതിനൊരു ഉദാഹരണമാണ് ശൈലജ. കാരണം കെ ശൈലജ കുറച്ച് ഉയർന്നു വരുമെന്ന് തോന്നിയപ്പോൾ അല്ല, ജനങ്ങൾക്കിടയിൽ അവരൊരു വലിയൊരു കഥാപാത്രമായിട്ട് ഉയരാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാനൊരിക്കൽ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്ന് ചോദിച്ചപ്പോൾ ശൈലജ ടീച്ചറിന്റെ പേര് പലരും പറഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മുടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഷാഫി പറമ്പിലിന്റെ എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നു, ശൈലജ ടീച്ചർ അവിടെ തോൽക്കുന്നു. എനിക്ക് തോന്നിയത് മനഃപൂർവ്വം തോൽപ്പിച്ചതായിരിക്കും. മനഃപൂർവ്വം പാർട്ടി ശൈലജ ടീച്ചറിനെ അവിടെ നിർത്തിയതാണ്. പുള്ളിക്കാരിയുടെ ഒരു ജനസമ്മതി ഒന്ന് കുറയണം, ഒരു അവരെ സ്നേഹിച്ചവരാണ് എല്ലാവരും. പാർട്ടിയും കോൺഗ്രസ് വന്ന സമയത്ത് പുള്ളിക്കാരി ഓടി നടന്ന് ചെയ്തതും വീട്ടിൽ പോലും പോവാതെ ആ ക്യാമ്പിലൊക്കെ നിന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ മുഖ്യന് മേൽ ആരും വാഴരുത് എന്നൊരു ധാർഷ്ട്യം എന്തായാലും അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പുള്ളി കണ്ടു നിൽക്കുന്നവര് മാത്രം മതി. അത് മതി. CPM-ൽ ഇപ്പം CPM-ന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും വലിയൊരു ഡിഫറൻസും അതാണ്. ഇപ്പം CPM-ൽ പിണറായി വിജയൻ ആയിക്കോട്ടെ, പാർട്ടി ആയിക്കോട്ടെ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം എല്ലാവരും നിൽക്കും. ഒരു തീരുമാനമേ ഉള്ളൂ. പക്ഷേ ഒരു 10 തീരുമാനമായിരിക്കും. കോൺഗ്രസിൽ തീരുമാനങ്ങളില്ല, അഭിപ്രായങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും അഭിപ്രായം പറയാം, പക്ഷെ ആരും തീരുമാനങ്ങൾ കൈക്കൊള്ളൂല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായി, പാർട്ടി കൂപ്പുകുത്തയല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം 5 വർഷം ഇടതുപക്ഷം, 5 വർഷം കോൺഗ്രസ്. പക്ഷെ അതിനെയാണ് ഇപ്പം തകിടം മറിച്ച് ഇനി അടുത്ത 3ാം ഭരണം ഇതില് ഒരു അവസരം മുതലാക്കുന്നത് BJP ആയിരിക്കും. അവർക്ക് സീറ്റ് പിടിക്കുന്നുണ്ട്. അടുത്ത ഭരണത്തിൽ വരുമെന്നോ ഒരു പ്രതിപക്ഷമായി തീരുമെന്നോ എന്നല്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് തോന്നുന്ന. പക്ഷേ ഈ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഈ ചെറിയ ചെറിയ ഡിഫൻസ്, ചെറിയ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അടിയുടമ്പം നിൽക്കുന്ന ചെന്നായിക്ക് കുറച്ചെങ്കിലും കിട്ടും. ഇവരെ ചെന്നായി എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. അതായത് ഇവരെ രണ്ടുപേരുടെയും ഈ തമ്മിൽ കുത്തും തൊഴുത്തിക്കുത്തും ആടിയും ബഹളവും കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് അവരൊക്കെ തീർച്ചയായിട്ടും BJP. പക്ഷെ ഒരു പക്ഷേ ചിലപ്പോൾ അവരിലും നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അവസരം കൊടുത്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേന്ദ്രത്തിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. മേ ബി നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വികസനത്തിനുള്ള ഒരുപാട് അനന്തസാധ്യതകൾ. കാരണം നമുക്ക് അറിയില്ലല്ലോ, അറിയാത്ത ഒരെണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ ആർക്ക് വേണ്ടിയും ഇനി PRO വർക്കെന്നൊന്നും പറഞ്ഞു കളയരുത്. നമ്മൾ അങ്ങനെയല്ല. കാരണം നിലവിൽ കാണുന്ന സാഹചര്യത്തിനെ കുറിച്ച് പറയുന്നതാണ്. കാരണം BJP ഒരിക്കൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ ഭരണം ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിരിക്കാം. പക്ഷെ അറിയില്ല കേരളത്തിൽ BJP വരുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോഴുള്ള ഭരണ സംവിധാനം സാധാരണക്കാർക്ക് പൊറുതിമുട്ടി. പക്ഷേ വേറെ ആരും ഇല്ല. അതുകൊണ്ട് വീണ്ടും അവർ തന്നെ വരാൻ, അതിനുവേണ്ടി അവരെന്തൊക്കെ തന്ത്രങ്ങൾ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പോലും ചിരി വരികയാണ് ചെയ്യുന്നത്. ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പുകിൽ കാണിച്ചിട്ട് ഇപ്പം അതിന് വേണ്ടിയിട്ടൊരു സംഗമം, അതിന് എന്തൊക്കെ കാണിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ചോരാതിരിക്കാനായിട്ട്. കുറച്ച് ഈഴവന്മാരുടെ വോട്ട് അല്ലെങ്കിൽ നായന്മാരുടെ വോട്ടൊക്കെ കുറച്ച് ഭൂരിപക്ഷങ്ങളുടെ വോട്ട് അല്ല. ഇതിപ്പോ അങ്ങനെയൊക്കെ ഇവർ കുറച്ച് അതായത് ഇവരുടെ കുറച്ച് ആൾക്കാരാണ് ഈഴവാസ്. മീൻസ് അത് ജാതി പറഞ്ഞ് മാറ്റുന്നതല്ല. BJP ഇപ്പോ കുറച്ച് വമ്പന്മാരായിട്ട് നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എന്തായാലും BJPക്ക് പോകുന്നത് ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെ വോട്ട് തന്നെയായിരിക്കും. പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് സർക്കാർ മറക്കുന്നുണ്ട്. അവർക്ക് അതൊന്നും വിഷയമല്ല. അതിലേക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അതൊരു ഇത് തോന്നണം. അയ്യോ അങ്ങനെ അവർക്കത് തോന്നില്ല. അവർ പറഞ്ഞു ഇല്ല അതൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ നിങ്ങളെ സംരക്ഷിക്കും. അതാ ചേച്ചി തന്നെ ഉളുപ്പില്ലായ്മ. പിന്നെ അവർ പറയുന്നത് ഇവിടെ കേരളത്തിൽ നിന്ന് നമുക്ക് വേണ്ട, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെ നമുക്ക് കൂട്ടുണ്ടെന്നാണ്.
അവരാണോ വന്ന് അവർ പറയുന്നത് അന്യ സംസ്ഥാനത്തെ അയ്യപ്പന്മാർ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ സംഗമത്തിൽ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് മതി എന്നുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് പുട്ടടിച്ച് സുഖമായിട്ട് ജീവിക്കുക. അയ്യപ്പന്റെ കാര്യം എന്താകുമെന്നൊന്നും അറിയില്ല. ഇനി അടുത്ത ഒരു ഇത് ഇനി ഏതൊക്കെ എന്തോ ബിന്ദു അമ്മിണിമാർ വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ബിന്ദു അമ്മിണി ഇതിന് എതിര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അയ്യപ്പ സംഗമത്തിന് എന്തൊക്കെയാണെങ്കിലും പാവം പുള്ളിക്കാരി എതിര് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരൊക്കെ വരാൻ പോകണോ, എന്തൊക്കെ നടക്കാൻ പോകുന്നോ, എന്തൊക്കെ സംഭവിക്കുന്നൊന്നും ഇനി വരുമ്പോൾ തന്നെ നമുക്കറിയാവൂ. എന്തായാലും സർക്കാർ ഇത്രയും മാത്രം മനസ്സിലാക്കുക. എന്തായാലും ജനങ്ങള് കണ്ണുപൊട്ടന്മാരൊന്നും അല്ല, അവർക്കോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളും പൊതുജനം കഴുതയല്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജനങ്ങളും മാറി ചിന്തിക്കുമെന്ന് സർക്കാരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.